മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ധാരാളം ആളുകൾ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ നമ്മളിതാ വചനശ്രവണത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. വിശുദ്ധന്മാരിലുള്ള ഒരു തീർത്ഥയാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്നിതാ വിശുദ്ധനായ എഫ്രേം നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ മക്കളുടെ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വിശുദ്ധനായ എഫ്രേം സ്വാധീനം ചെലുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പലവിധ നിയോഗങ്ങളുമായി ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധനായ എഫ്രേമിൻ്റെ കരങ്ങളിലൂടെ നിത്യപിതാവിന് സമർപ്പിക്കുകയാണ്. ഇതാ വചനം തരികയാണ്. 125 സങ്കീർത്തനം 1 തിരുവാക്യം. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. മകളെ, തിരുസഭയ്ക്ക് അടിത്തറയിടുന്ന ചില സഭാ പിതാക്കന്മാരിലൂടെയാണ് ഇപ്പോൾ കടക്കുന്നത്. സുറിയാനിക്കാരുടെ സൂര്യൻ, സഭയുടെ സ്തംഭം, പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന പേരുകളിലാണ് വിശുദ്ധ എഫ്രേമിനെ അറിയപ്പെടുന്നത്. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും സഭാമക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, തീഷ്ണതയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ വിശുദ്ധനായ എഫ്രേം ചെയ്തിരിക്കുന്ന നിസ്തുലങ്ങളായ സേവനങ്ങൾ വർണ്ണിക്കാനാവില്ല. വിശുദ്ധ കുർബാനയെക്കുറിച്ചും പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ദൈവശാസ്ത്രത്തിന് വലിയ മുതൽക്കൂട്ടാണ്. വിശുദ്ധ കുർബാന വെറുമൊരു അനുകരണമല്ല, അത് കാൽവരിയുടെയും അന്ത്യ അത്താഴത്തിൻ്റെയും പുനർ അവതരണം എന്ന ദർശനം വിശുദ്ധ എഫ്രേമിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ ബലി അർപ്പകനും ബലി വസ്തുവുമാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. തിരുസഭയുടെ അടിത്തറയായ തിരുസഭയെ പിടിച്ചു നിർത്തുന്ന വിശുദ്ധ കുർബാനയോടും വിശ്വാസ മൂല്യങ്ങളോടും അതീവ താല്പര്യവും അതീവ തീഷ്ണതയും കൃത്യനിഷ്ഠയും ഉണ്ടായിരുന്ന ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധനായ എഫ്രേം. ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന എത്രയോ സങ്കേതങ്ങളുണ്ട്. അവിടെ ഒരിക്കൽ പോലും സന്ദർശിക്കാത്തവരില്ലേ? അവരുടെ ജീവിതത്തിലേക്കൊക്കെ വിശുദ്ധനായ എഫ്രേം കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാലയത്തിൽ പോകാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അറിവും ജ്ഞാനമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ എഫ്രേം ഓരോ ഭവനങ്ങളിലേക്കും കടന്നു വന്ന് അനുഗ്രഹങ്ങൾ നൽകി ആസ്വദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.